Diaries. ചില സമയത്തൊക്കെ നമുക്ക് സ്പെഷ്യൽ ഫുഡ് കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പോ കുറച്ച് ദിവസമായി ബിരിയാണി കഴിക്കാൻ ഒരു ആഗ്രഹം. സോ സംടൈംസ് നമുക്ക് ഉണ്ടാവുമല്ലോ സ്പെഷ്യൽ ഫുഡ് കഴിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം. അപ്പോൾ ഇന്ന് ഞാൻ ഫിഷ് ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. എനിക്ക് ഫിഷ് ബിരിയാണി കഴിക്കാനാണ് ആഗ്രഹം. അപ്പോൾ ഇന്ന് ഞാൻ ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഫസ്റ്റ് നമുക്ക് റൈസ് കുതിർത്ത് വെക്കാം. ഞാൻ ബസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. സോക്ക് ചെയ്യുന്നതിന്റെ മുന്നേ നന്നായി കഴുകുന്നതാണ് ബെറ്റർ, അല്ലെങ്കിൽ അരി പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഒരു 3 ടൈംസ് കഴുകിയിട്ട് സോക്ക് ചെയ്യാൻ വെക്കാം. ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് നമുക്കിത് സോക്ക് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് ഫിഷ് ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഫിഷ്. ഞാൻ ഫ്രോസൺ ഫിഷാണ് വാങ്ങിയത്. ഒന്ന് മെൽട്ടായി കഴിഞ്ഞാൽ നല്ല വൃത്തിയായി കഴുകിയെടുക്കാം. ഇതിലേക്ക് ജിഞ്ചർ പേസ്റ്റ്, ഗാർലിക് പേസ്റ്റ്, ഹാഫ് ലെമൺ പിഴിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇവ ചേർത്ത് മിക്സ് ചെയ്യാം. ഇതൊരു 1/2 അവർ മാഗ്നേറ്റ് ചെയ്യാം. അടുത്ത് നമ്മൾ സവാള ഒന്ന് സ്ലൈസായി അരിഞ്ഞെടുക്കണം. വളരെ കട്ടി കുറഞ്ഞിട്ട് വേണം ഇത് മുറിച്ചെടുക്കാൻ. ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രൗൺ കളറായ ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ സെയിം എണ്ണയിൽ ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാൻ പോവാണ്. മസാലയ്ക്ക് വേണ്ടി ഞാനിവിടെ 2 സവാള കട്ട് ചെയ്യാൻ എടുക്കുന്നുണ്ട്. കൂടെ 2 ടൊമാറ്റോ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫിഷ് സൈഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. മല്ലി, പുതിന ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇതിനിടയിൽ നമ്മുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി നെയ്യ് ഒഴുക്കി അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, സ്റ്റാർ ഇതൊക്കെ ആഡ് ചെയ്യുക. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ലെമൺ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. നന്നായി ബോയിലായി കഴിഞ്ഞാൽ അരി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെക്കാം. അരി നന്നായി തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാക്കാം. നമ്മുടെ റൈസ് നന്നായി വെന്തിട്ടുണ്ട്. ഇതൊരു മറ്റൊരു പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. കാരണം ഈ പാത്രത്തിൽ മസാല ഉണ്ടാക്കി നമുക്ക് ഡയറക്റ്റ് റൈസ് ഇതിലേക്ക് ഇടാം. സോ നെക്സ്റ്റ് ഫിഷിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാം. അതിനായി ആദ്യം ഉള്ളി വഴറ്റാം. സവാള ഒരു ബ്രൗൺ കളറായി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതുപോലെ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഗരം മസാല വളരെ കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് 1 സ്പൂൺ യോഗേർട്ട് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില, പുതിനയില ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് നമ്മുടെ ഫിഷ് ഇതിലോട്ടേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. അതിൻ്റെ മേലെ റൈസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പുതിന ഇട്ട് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ഫ്രൈ ചെയ്ത് വെച്ച സവാളയും അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. അടുത്ത ലെയറായി വീണ്ടും റൈസ് ഇട്ട് കൊടുക്കാം. സെയിം പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ദെൻ ലാസ്റ്റ് ക്ലോസ് ചെയ്ത് വെക്കാം. 10 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്യാൻ പോവാണ്. അടുത്തത് ഞാൻ റൈസ്, മസാല ഇവ സെപ്പറേറ്റ് ചെയ്യാണ്. റൈസ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഫിഷും മസാലയും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. മസാലയും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഫൈനലി നമുക്ക് സെർവ് ചെയ്യാം.